everyone, it's me Sabita Jals from Purturans. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിനകത്തേക്ക് അതുപോലെ തന്നെ ഭംഗിയുള്ള നല്ല പ്രിന്റുകളാണ് വരുന്നത്. 169 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക്കിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 44-നേക്കാൾ കൂടുതൽ വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് കേട്ടോ. കോട്ടൺ ഫാബ്രിക് ആണ് എപ്പോഴും തന്നെ 44 വരാറുള്ളത്. നമ്മൾ സൂറത്തിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റുകൾ അധികം തന്നെ ഈ പോളിക്കോട്ടനും അതുപോലെ അമേരിക്കൻ ക്രേപ്പും ഒഴിച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ 44-നേക്കാൾ കൂടുതലായിട്ടുള്ള വിട്ടിലാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ക്രീം കളറ്, അതിനകത്തേക്ക് പീച്ച് കളറും കൂടെ മിക്സ് ആയി വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് അതിന്റെ പ്രിന്റ് പോകുന്നത്. അത് വെച്ച് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് ഒരു പിങ്കും ഒരു പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറിലുള്ള പ്രിന്റ് ആണ്. ഇത് ഫോൾഡിങ്ങിന്റെ വ്യത്യാസം കൊണ്ട് താഴോട്ട് പോകുന്ന പോലെ തോന്നുന്നത്. ആക്ച്വലി നമുക്കിത് മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ആ പാറ്റേൺ വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള പിസ്ത ഗ്രീൻ കളറിനകത്തേക്ക് നല്ല ഭംഗിയുള്ള ഓരോ പ്രിന്റുകളാണ്. ഇതിനകത്ത് പോയിട്ടുള്ളത് ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ്. അതിനകത്ത് തന്നെ ഒരു പീച്ചും, അതായത് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലേക്കുള്ള കളറിലുള്ള പ്രിന്റ് കണ്ടോ. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിപ്പോ ട്രെൻഡിങ് ആണ് ഇങ്ങനെ ഗ്യാപ്പിനകത്ത് ഗ്യാപ്പ് വന്നിട്ട് പ്രിന്റ് വരുന്നത്. സാധാരണ വരുമ്പോൾ കുറച്ച് വലിയ പ്രിന്റുകളാണ് വരാറ്. ഇത് നല്ല ഭംഗിയുള്ള കുഞ്ഞു എന്നാൽ തീരെ കുഞ്ഞതും അല്ല, ഒരു മീഡിയം സൈസ് ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ് വരുന്നത് കേട്ടോ. ലൈനിങ് വെച്ച് വേണം നമ്മൾക്കിത് ചെയ്യാനായിട്ട്, വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഈ ബ്ലൂ എന്ന് പറയുമ്പോൾ ഈ പർപ്പിളും കൂടി മിക്സ് ആയി വരുന്ന ഒരു കളറിലേക്ക് പോകുന്ന പോലത്തെ തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു ബ്ലൂ ആണ്. ഇതിനകത്ത് കുറച്ചും കൂടെ അടുപ്പിച്ചിട്ടായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. ഇതും നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് തന്നെയാണ്. ഇടയ്ക്കൊരു ഡാർക്ക് ടോണിലേക്കും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ടോണിലേക്കുമാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് ലാസ്റ്റ് വൺ, ആ ഒരു സീ ഗ്രീൻ അല്ലെങ്കിൽ ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളറിലേക്ക് ചെറിയ ഒരു പ്രിന്റ്. അതായത് 4 ഡിഫറെന്റ് ടൈപ്പിലുള്ള പ്രിന്റുകളായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഈ കളറിനൊന്നും എനിക്ക് തോന്നുന്നു ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എന്ന്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ടോണിലേക്ക് പോകുമ്പോഴാണ് ലൈനിങ് ഇടേണ്ടതായിട്ട് വരുന്നത്. മസ്ലിൻ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണല്ലോ. ഇപ്പൊ മസ്ലിൻ സിൽക്കിൽ വന്നിരുന്ന റണ്ണിങ് മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 169 റുപ്പീസ് പെർ മീറ്ററിൽ 44 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിലുള്ള ഫാബ്രിക് ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 എന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.